ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ദുബായിലാണെന്ന് ജോലി ചെയ്യുന്നത് ആണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇംഗ്ലീഷ് വരത്തില്ല. ഓക്കെ രജിത. മലയാളം അറിയില്ല എൻ്റെ ചേച്ചി. അങ്ങോട്ട് അത് വായിച്ചെടുക്കാം. മലയാളം അറിയില്ല, ആരെയും വായിച്ചെടുക്കാം. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. രജിതയ്ക്ക് ഹായ് ഉദയകുമാർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടെ കൊടുത്തില്ലല്ലോ, ശരിയാക്കി. ഇനി ഓക്കെ. ഗണേശൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഉള്ളവർ കൂട്ടാക്കണേ, സായി ചേട്ടനെ കൂട്ടാക്കണേ, അവന് മലയാളം അറിയില്ല അത്രേ. ആണോ? ഗണേശൻ ചേച്ചിക്ക് വായിക്കാൻ കുറച്ച് അതാണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെയാണ് വരുന്നവർ ഒന്നും ഇപ്പോൾ അങ്ങനെയാണ് വരുന്നവർ ഒന്നും വരില്ല, പുതിയ ആളുകളെ വരും. ആണോ സായി? ഉറപ്പായും തിരിച്ചു വരണേ. ഓക്കെ ചിന്നു ചേച്ചി. ചേച്ചി ഇയാളെ ഇഷ്ടം. ഹായ് മിഥുൻ ഹായ് മിഥുൻ. എല്ലാവരും എൻ്റെ ലൈവിൽ വരണേ. സായി തീർച്ചയായിട്ടും ഞാനോട് വരാം കേട്ടോ. എൻ്റെ ഏജ് 32 വയസ്സ്. ഞാൻ പോകുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പനിയാണ്. പനിയാ, തൊണ്ട ശരിയായി വന്നില്ല. സായി സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇട്ട് തിരിച്ചു വരണേ. തീർച്ചയായിട്ടും. ചിലങ്ക ഹായ് പറഞ്ഞു. ഉദയകുമാർ ചേട്ടന് ഹായ് കൊടുത്ത് ചില്ലും. തീർച്ചയായും വരാം ചിലങ്ക, എൻ്റെ ഇതിൽ വരണേ. വരാമോ? വരുമല്ലോ. കന്നഡ സ്കൂളിൽ കന്നഡ സ്കൂളിൽ പോയതാ. ഓക്കെ, എന്തെങ്കിലും ഞാൻ വായിക്കുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ എനിക്ക് ഒന്നും കൂടെ അത് റിപ്ലൈ ക്ഷണിച്ച് വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായി വരും. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, എങ്കിലും കുഴപ്പമില്ല, ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ. വായിക്കാൻ അറിയാമായിരുന്നു, വായിക്കാനൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ പേടി ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ വായിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, സ്കൂളിലും പോലുള്ള പേടിയാണ്. തെറ്റിപ്പോകുമോ, വായിക്കാൻ അറിയുമോ ഒന്നും ഞാൻ വായിക്കത്തില്ല, കാരണം തെറ്റിപ്പോകുന്ന പേടിയാണ്. അങ്ങനെ പറ്റിയതാണ്. അവൻ കന്നഡ സ്കൂളിൽ പോയതാണ്.